ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് തനിക്കായിട്ടാണ് രേവതി മേടിച്ച് തന്നിരിക്കുന്ന കാറാണെന്ന് ഉൾക്കൊള്ളാൻ നമ്മുടെ സച്ചിക്ക് തയ്യാറാവുന്നില്ല. കാരണം അത്ര വലിയൊരു സർപ്രൈസല്ല രേവതി സച്ചിക്കായി നൽകിയത്. ഈ ഒരു സമയത്ത് തിരുമേനി പറയുന്നുണ്ട് ഇനി രേവതിയും സച്ചിയും ആരതി ഒഴിഞ്ഞോളാൻ പറയുന്ന സമയത്ത് ലക്ഷ്മി തേങ്ങയ്ക്ക് മുകളിലായിട്ടൊരു കർപ്പൂരമൊക്കെ കത്തിച്ച് രണ്ടുപേരെ ആരതി ഒഴിയാണ്. പെട്ടെന്ന് തന്നെ സച്ചി രേവതി ഒന്ന് ചേർത്ത് നിർത്തുന്നു കേട്ടോ. രേവതി ആണെങ്കിൽ സച്ചിയുടെ മുഖത്തേക്കായിട്ട് നോക്കുകയും ചെയ്യുന്നുണ്ട്. ആരതിയൊക്കെ ഒഴിഞ്ഞ് തേങ്ങയൊക്കെ ഉടച്ചതിന് ശേഷം നമ്മുടെ രേവതി സച്ചിയുടെ കയ്യിലേക്ക് താക്കോൽ കൊടുക്കുന്ന സമയത്ത് സച്ചിയേട്ട ഇത് നിങ്ങളുടെ സ്വന്തം വണ്ടിയാണെന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് പറയുന്നുണ്ട് സച്ചിയേട്ടൻ ഓട്ടോ ഡ്രൈവറിൽ നിന്ന് കാർ ഡ്രൈവർ ആയല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും കാർ ഡ്രൈവർ അല്ല, കാറിൻ്റെ ഓണറാണെന്ന് നമ്മുടെ മഹേഷ് പറയുകയാണ്. അതിനുശേഷം മഹേഷ് പറയുന്നുണ്ട് എന്തായാലും നിനക്ക് ഓട്ടോയുടെ കാര്യമില്ല, ആ ഓട്ടോയുടെ കീയും തന്നിട്ട് ഞാൻ ആ ഓണറിന് തന്നെ കൊണ്ടുപോയി ഓട്ടോ കൊടുത്തേക്കാം, നിങ്ങളായിട്ട് കാറിന് പോരെന്ന് പറഞ്ഞ് മഹേഷ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി, എന്തായാലും ഇങ്ങനെ മോന് വണ്ടി നഷ്ടപ്പെടാണ്ട് ഞങ്ങളും ഞങ്ങളുടെ കുടുംബക്കാരും ഒരു കാരണക്കാരനായല്ലോ എന്ന് ഓർത്തപ്പോൾ ഞങ്ങൾക്കൊരു സങ്കടം ഉണ്ടായിരുന്നൊക്കെയാണ് ലക്ഷ്മി പറയുമ്പോഴത്തേക്കും അതിപ്പോൾ എന്തിനമ്മ ഇവിടെ പറയുന്നത്, സച്ചിയേട്ടൻ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെയും കൂട്ടിക്കൊണ്ട് രേവതി വണ്ടിയിലേക്ക് കയറുക കേട്ടോ. വണ്ടിയിലേക്ക് കയറിയതിന് ശേഷം സച്ചിക്ക് തൻ്റെ വണ്ടിയാണെന്ന് ഉൾക്കൊള്ളാനായിട്ടൊരു ബുദ്ധിമുട്ടാണ്. കാരണം പ്രതീക്ഷിക്കാത്ത സമയത്താണ് തൻ്റെ കയ്യിലേക്ക് ഈ ഒരു വണ്ടി കിട്ടിയത്. ഈ ഒരു സമയത്ത് സച്ചി രേവതിയോടായിട്ട് ചോദിക്കുന്നുണ്ട് മാല കെട്ടി അത്രയും പണം കിട്ടിയിട്ട് നിനക്ക് വേണ്ടിയിട്ട് ഒന്നും മേടിച്ചില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് രേവതി പറയുകയാണ് സച്ചിന് വേണ്ടി ഒരു കാറ് മേടിച്ചിടാൻ പറ്റിയല്ലോ, സച്ചിൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്ന് പറയുമ്പോഴത്തേക്കും രേവതിയോടുള്ള സ്നേഹം സച്ചിക്ക് ഇരട്ടിക്കേണ്ട. വേഗം തന്നെ സച്ചി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഗിയർ മാറ്റാൻ തുടങ്ങുന്ന സമയത്ത് സച്ചിയുടെ കൈകളുടെ മുകളിലേക്കായിട്ട് രേവതി തൻ്റെ കൈകൾ വെക്കുകയാണ്. അങ്ങനെ ഇരുവരും കൂടി വണ്ടി ഓടിച്ച് പോവുകയാണ് കേട്ടോ. പോകുന്നതിനിടയിൽ തന്നെ നമ്മുടെ രേവതി ചോദിക്കുന്നത് സച്ചിന് വണ്ടി ഇഷ്ടമായോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഉവ്വ എന്ന് സച്ചി മറുപടി പറയുന്നുണ്ട്. പിന്നെ എന്താ മുഖം വല്ലാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് സച്ചി മറുപടി പറയുന്നുണ്ട്. ഉടനെ തന്നെ രേവതി പുറത്തേക്ക് നോക്കിയതിന് ശേഷം പറയുന്നത് എന്താ മഴക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതെന്താ നീ അങ്ങനെ പറഞ്ഞ് മഴക്കാറൊന്നും കാണുന്നില്ലല്ലോ എന്ന് സച്ചി മറുപടി പറയുകയാണ്. അതല്ല, സാധാരണ നിങ്ങളാണ് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ വളവളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്നിപ്പോൾ ഞാനാണ് സംസാരിക്കുന്നത്, ഞാൻ ചോദിക്കുന്നതിന് മാത്രം നിങ്ങൾ മറുപടി പറയുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല രേവതി, എനിക്ക് സന്തോഷം കൊണ്ട് ആകപ്പാടെ കണ്ണ് നിറയാണ്, നീ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയധികം ചെയ്യുമെന്നൊന്നും ഞാൻ കരുതിയില്ല എന്നൊക്കെ ഇങ്ങനെ സച്ചി രേവതിയോടായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം പറയുകയാണ് നീ എന്തായാലും എനിക്ക് സർപ്രൈസ് ആയിട്ട് തന്നില്ല, അപ്പം നിനക്ക് ഞാനും സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ തരണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് അതൊന്നും ഇവിടെ വേണ്ട, ഇതിപ്പോൾ റോഡല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിനക്ക് വേറെ എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് മേടിച്ച് തരാനാണ് ഉദ്ദേശിച്ചതെന്ന് പറയട്ടെ. വേഗം തന്നെ രേവതി ചമ്മുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു പൂക്കടയ്ക്ക് മുന്നിലായിട്ട് സച്ചി വണ്ടി നിർത്തുകയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെന്നതിന് ശേഷം ചേട്ടാ മുല്ലപ്പൂവിന് എത്രയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അദ്ദേഹം മുഴത്തിന് ഇത്ര രൂപയാണെന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ അളക്കാൻ തുടങ്ങുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട് അളക്കൊന്നും വേണ്ട, മുല്ലപ്പൂ മുഴുവൻ ഇങ്ങ് തന്നേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മുല്ലപ്പൂ മുഴുവനായിട്ട് മേടിക്കുകയാണ്. പിന്നീട് അദ്ദേഹം ഇലയിൽ മുല്ലപ്പൂ പൊതിയാൻ തുടങ്ങുന്ന സമയത്ത് പൊതിയൊന്നും വേണ്ട, തന്നെ ഉപയോഗിക്കാനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പൈസ കൊടുത്തിട്ട് മുല്ലപ്പൂ മേടിക്കാൻ കേട്ടോ. ഈ ഒരു സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട് എന്തിനാ ഇത്രയും മുല്ലപ്പൂ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട് അല്ല നീ എനിക്ക് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും വലിയൊരു ഗിഫ്റ്റ് അല്ലേ തന്നെ, അതുകൊണ്ട് തന്നെ കുറച്ചധികം മുല്ലപ്പൂ ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് പൂക്കടയിലേക്കുള്ള മുല്ലപ്പൂ മുഴുവനും ഉണ്ടല്ലോ എന്ന് രേവതി മറുപടി പറയുകയാണ്. അങ്ങനെ സച്ചി തന്നെയാണ് മുല്ലപ്പൂ എടുത്ത് നമ്മുടെ രേവതിയുടെ തലയിലേക്ക് കുത്തി കൊടുക്കുന്നത് കേട്ടോ. കുത്തുന്ന സമയത്ത് തന്നെ സച്ചി പറയുന്നുണ്ട് നിന്നെ ഇപ്പോൾ കാണാൻ വളരെയധികം സുന്ദരിയായിട്ടുണ്ട്, റോസാപ്പൂക്കളെ പോലെയൊക്കെയെന്ന് പറഞ്ഞുകൊണ്ട് രേവതിനെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുന്ന സമയത്ത് ഇന്നെന്താ എന്നെക്കുറിച്ച് ഇത്രയധികം വർണ്ണന, സാധാരണ ഇങ്ങനെയൊന്നും പറയാറില്ലല്ലോ എന്ന് രേവതി തിരിച്ചും ചോദിക്കുന്നുണ്ട്. അന്നേരം സച്ചി പറയുകയാണ് ഇതെല്ലാം തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പുറത്തേക്ക് പറയാറില്ല, ഇപ്പം എനിക്ക് നിന്നോട് പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറയട്ടെ. അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് സച്ചി രേവതിയും കൂടി വണ്ടിയിലേക്കായിട്ട് കയറുന്നത്. രേവതി വണ്ടിയിൽ കയറി ഉടനെ തന്നെ പറയുകയാണെന്ന് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് ഇനി വീട്ടിലേക്കല്ല മറ്റൊരിടം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയും കൂട്ടിക്കൊണ്ട് ചെല്ലുന്നത് കാർ സ്റ്റാൻഡിലേക്കാണ് കേട്ടോ. കാറിൽ നിന്ന് രേവതി സച്ചി ഇറങ്ങി വന്ന ഉടനെ തന്നെ അവിടെ കാർത്തിക്കും ബൈജും ഒക്കെ ഉണ്ടാവും. പെട്ടെന്ന് തന്നെ സച്ചി ചോദിക്കുന്നത് നിങ്ങൾ എന്താ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ഞെട്ടാത്തത്, ഞാൻ ഓട്ടോയ്ക്ക് പകരമായിട്ട് വാടകയ്ക്ക് കാർ എടുത്താക്കിയെന്ന് വിചാരിച്ച് കാണൂലേ എന്ന് നമ്മുടെ സച്ചി മറുപടി പറയുന്നുണ്ട്. പെട്ടെന്ന് ബൈജും കാർത്തിക്കൊക്കെ പരസ്പരം മുഖത്തോട് മുഖം നോക്കാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ കാർത്തിക് പറയുന്നുണ്ട് ഞങ്ങൾ അറിഞ്ഞു നിനക്ക് വണ്ടി കിട്ടിയാരെ അറിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി മഹേഷ് പറഞ്ഞതായിരിക്കുമല്ലേ, മഹേഷ് ഇത് നേരത്തെ പറഞ്ഞല്ലേ എന്നൊക്കെ എന്നെ സച്ചി പറയുമ്പോഴത്തേക്കും അതല്ല രേവതി വണ്ടി മേടിക്കുന്ന സമയത്ത് ആദ്യം വന്ന് സംസാരിച്ചത് ഇവിടെയാണെന്ന് പറയുമ്പോഴത്തേക്കും സച്ചി വേഗം ചമ്മലോട് കൂടി തന്നെ രേവതിയുടെ മുഖത്തേക്ക് നോക്കാണ്ട് രേവതി പറയുന്നുണ്ട് വണ്ടി മേടിക്കാൻ നേരത്തെ ഞാൻ ആദ്യം ഇവിടെയാണ് വന്നത്, ഇവരുമായിട്ടാണ് സംസാരിച്ചതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് സച്ചി പറയുന്നുണ്ട് ഇപ്പം ഞാനായി ഞാൻ വെറും ഒരു മണ്ടൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവരെല്ലാവരും കൂടി പൊട്ടിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് മഹേഷ് സ്റ്റിക്കർ വർക്ക് ചെയ്യുന്ന ആളുമായിട്ട് അവിടെ വരുന്നത് കേട്ടോ. അദ്ദേഹം വന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് എവിടെ ഈ സ്റ്റിക്കർ ഒട്ടിക്കണമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സച്ചി പറയുന്നത് എൻ്റെ നെറ്റിയിൽ ഒട്ടിച്ചോളം പറയുകയാണ്. നെറ്റിയിൽ എന്തിനാ സ്റ്റിക്കർ എന്ന് ഇദ്ദേഹം മറുപടിയും ചോദിക്കുന്നുണ്ട്.
പെട്ടെന്ന് തന്നെ മഹേഷ് പറയുകയാണ്, എടാ അത് അവൻ തമാശയ്ക്ക് പറഞ്ഞാണ്, വണ്ടിയിലല്ലേ പിന്നെ സ്റ്റിക്കർ ഒട്ടിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഈ ഒരു സമയത്ത് സ്റ്റിക്കർ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾ ചോദിക്കുകയാണ്, എന്താണ് എഴുതേണ്ടത് എന്ന് പറയുകയാണ്. ഞാൻ വേഗം എഴുതി തരാമെന്ന് പറയുമ്പോഴത്തേക്കും രേവതി എന്നാണ് എഴുതേണ്ടതെന്ന് സച്ചി മറുപടി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രേവതി പറയുന്നത്, എൻ്റെ പേര് വേണ്ട സച്ചിയേട്ട, എൻ്റെ പേര് എഴുതണ്ട, സച്ചിയേൻ്റെ വണ്ടിയല്ല, അതുകൊണ്ട് തന്നെ സച്ചിയേൻ്റെ പേര് എഴുതിക്കോളാം പറയുമ്പോഴത്തേക്കും സച്ചി വീണ്ടും പറയും, എൻ്റെ പേര് എഴുതാൻ പറ്റുകയില്ല, എനിക്ക് വണ്ടി മേടിച്ചത് നീയാണ്, അതുകൊണ്ട് നിൻ്റെ പേര് മാത്രം എഴുതിയാൽ മതിയെന്ന് സച്ചി മറുപടി പറയുകയാണ്. ഈ ഒരു സമയത്ത് സ്റ്റിക്കർ വർക്കാരൻ ചോദിക്കുന്നത് എങ്ങനെയാണ്, മലയാളത്തിൽ വേണോ ഇംഗ്ലീഷിൽ വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിൽ തന്നെ കിടക്കട്ടെ, എൻ്റെ വണ്ടിയിൽ ഒരുപാട് വിദേശികൾ വന്ന് കയറാറുണ്ട്, അവർക്കും പേര് വായിക്കും മനസ്സിലാക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ സച്ചി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി തൻ്റെ പേര് വെക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ മഹേഷ് പറയുന്നുണ്ട്, എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരുടെയും പേര് ഒരുമിച്ച് എഴുതാൻ പറയുമ്പോഴത്തേക്കും ഈ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട്, രണ്ടുപേരുടെയും പേര് വണ്ടിയിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ മെനകേടായിരിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും അതിനെ വണ്ടി നിറച്ച് ഒട്ടിക്കാനല്ല പറഞ്ഞത്, ചെറുതായിട്ട് എഴുതി ഒട്ടിച്ചാൽ മതി എന്ന് സച്ചി പറയുകയാണ്. അതല്ല സച്ചിയേട്ട, സച്ചി രേവതി എന്നുള്ള പേരൊക്കെ നല്ലതാണ്, പക്ഷേ സച്ചി രേവതി എന്ന് മുഴുവനായിട്ട് വണ്ടിയിൽ പേരെഴുതി വെക്കുന്നത് വളരെ ബോറാണെന്ന് രേവതി പറയേണ്ടത്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചിക്ക് ശരിയാണെന്ന് തോന്നാണ്. പെട്ടെന്ന് സച്ചി പറയുന്നുണ്ട്, എന്നാലൊരു കാര്യം ചെയ്യാം, സച്ചിയുടെ എസും രേവതിയുടെ ആറും കൂടെ ചേർത്തിട്ട് SR നമുക്ക് പേരിടാമെന്ന് പറയുകയാണ്. അങ്ങനെ വണ്ടിയിൽ SR എന്ന് പറഞ്ഞ് പേരിടുകയാണ് കേട്ടോ. പോകുന്ന സമയത്ത് സ്റ്റിക്കർ വർക്കുകാരനോടായിട്ട് ഇനി എന്തായെന്ന് ചോദിക്കുകയൊന്നും വേണ്ട, എത്രയാണ് നീ എന്നോട് പറയാൻ വേണ്ട, ഇത് നിൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം പണം നമ്മുടെ സച്ചി കൂടുതലായിട്ട് സ്റ്റിക്കർ വർക്കുകാരന് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ സുധി വീട്ടിലാകട്ടെ രവിനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛ അമ്മ എന്ത് ചെയ്യുന്നു ചോദിക്കുന്ന സമയത്ത് അമ്മ അപ്പുറത്തുണ്ടാവുമെന്ന് പറയുമ്പോഴത്തേക്ക്, അല്ല അച്ഛൻ എനിക്ക് വിശന്നിട്ട് തീരെ സഹിക്കാൻ പറ്റുന്നില്ല, അച്ഛൻ്റെ കയ്യിൽ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് സുധി ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് രവി ചോദിക്കണം, എടാ സുധി നീ ഇങ്ങനെ നടന്നാൽ മതി, നിനക്കൊരു ജോലിയൊന്നും നോക്കണില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടല്ലോ അച്ഛാ, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണല്ലോ ഞാനെന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ഏത് കാനഡയിലേക്കുള്ള ജോലിയോ, അത് നിനക്ക് ഇതുവരെ നിർത്താറായില്ലേ സുധി, നാട്ടിലുള്ള എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്ക്, നീ സച്ചിയെ കണ്ടില്ലേ, സച്ചിക്ക് ഒരു ജോലി പോയപ്പോൾ അവൻ ഓട്ടോ എടുത്തു, സ്വന്തം കാറ് വരുന്നവരെ അവൻ വെയിറ്റ് ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എന്നെ പറയുന്നുണ്ട്, സച്ചിയെ പോലെയാണ് എൻ്റെ മോൻ ഒരുപാട് പഠിച്ചതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും, നീ തന്നെയാണ് നിന്റെ മകനെ വഷളാക്കുന്നത് എന്നെ പറയുന്നുണ്ട്. സുധി പറയുന്നുണ്ട്, അവൻ പതുക്കെ അല്ലച്ചേ പോകുന്നത്, പക്ഷെ എനിക്ക് വെച്ചിട്ട് വേഗം പോകണം, എൻ്റെ ക്വാളിഫിക്കേഷൻ അതനുസരിച്ച് എനിക്ക് ഉണ്ട് താനെന്നൊക്കെ സുധി പറയുമ്പോഴത്തേക്കും, നീ ഇപ്പോൾ ക്വാളിഫിക്കേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, നീ പഠിച്ച സമയത്ത് ആമയുടെ മുയലിൻ്റെ കഥ പഠിച്ചിട്ടില്ലേ, അതിനകത്ത് പതുങ്ങിപ്പോയ ആമയാണ് ജയിച്ചത്, സ്പീഡിൽ പോയ മുയൽ തോറ്റു പോവുകയാണെന്നൊക്കെ ചെയ്തതെന്നൊക്കെ രവി പറയുന്ന സമയത്ത് സുധിയുടെ മുഖം വല്ലാതെ ആവണം. എന്നാൽ സുധീനെ പറ്റി ഇങ്ങനെയൊന്നും പറഞ്ഞ് ചന്ദ്രയ്ക്ക് തീരെ പിടിക്കില്ലല്ലോ. ചന്ദ്ര വേഗം തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ ആമയുടെ മുയലിൻ്റെ കഥ, അവൻ എന്തായാലും ജോലിക്ക് പൊക്കോളും, നല്ലൊരു ജോലിയൊക്കെ നേടിയെടുത്തോളൂ എന്നൊക്കെ ഇങ്ങനെ സുധീനെ സപ്പോർട്ട് ചെയ്ത് ചന്ദ്ര സംസാരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ചുവന്ന സാരിയൊക്കെ എടുത്ത് തലയിൽ മുല്ലപ്പൂ കൂടി ഒരു ദേവതയെ പോലെ നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് നടന്നു വരുന്നത്. ഈ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.